വെൽക്കം ടു പ്രൊഫ്സ്കേ. മറ്റൊരു സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സെഷനിൽ നമ്മൾ പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് നമുക്കറിയാം എന്താണ്, കോമൺവെൽത്ത് ഗെയിംസ് ഈ അടുത്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ കോമൺവെൽത്ത് ഗെയിംസ് അടുത്ത് കഴിഞ്ഞത് കൊണ്ട് തന്നെ PSCയുടെ ഇനി വരാൻ പോകുന്ന എക്സാമുകളിൽ കോമൺവെൽത്ത് ഗെയിംസിൽ നിന്നാണ് ഒരു ചോദ്യം ഉറപ്പാണ്. ചിലപ്പോൾ എന്താണ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം, ഒരൊറ്റ ചോദ്യ പേപ്പറിൽ തന്നെ നമുക്ക് എന്താണ് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അതുകൊണ്ട് കോമൺവെൽത്ത് ഗെയിംസിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെ, അപ്പോൾ എന്താണ് ഇന്ത്യയുടെ മെഡൽ ടാലിയൊക്കെ, ഇന്ത്യയുടെ എന്താണ് മെഡൽ നിലയൊക്കെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ എന്താണ് മുൻ വർഷങ്ങളിൽ നമ്മൾ ഒളിമ്പിക്സിലും കാര്യങ്ങളൊക്കെ എന്താണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് കോമൺവെൽത്ത് ഗെയിംസും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കറണ്ട് അഫെയർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് കോമൺവെൽത്ത് ഗെയിംസ്, ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസ് എന്താണ്, അത് 23ാമത്തെ എഡിഷൻ ആയിരുന്നു. ഓക്കെ, 23ാമത്തെ എഡിഷൻ കോമൺവെൽത്ത് ഗെയിംസിന്റെ ചരിത്രത്തിൽ എന്താണ് 23ാമത്തെ എഡിഷൻ ആണ് കഴിഞ്ഞിട്ടുള്ളത്. എവിടെയായിരുന്നു? ഗ്ലാസ്ഗോ അല്ലെ. ഗ്ലാസ്ഗോ എവിടെയാണ്? സ്കോട്ട്ലൻഡിലാണ്. അപ്പൊ സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിലാണ് എന്ത് ചെയ്യുന്നത്, കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുള്ളത്. ആ ഏത് ദിവസങ്ങളിലായിരുന്നു നടന്നത് എന്നുള്ളത് ഇപ്പോഴാണ് 2026 ജൂലൈ 23 ആരംഭിച്ചിട്ട് ഓഗസ്റ്റ് 2 അതാണ് ഈ കോമൺവെൽത്ത് ഗെയിംസ് സമാപിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ അതാണ് 11 കായിക ഇനങ്ങളിലായിട്ട് 215 സ്വർണ്ണ മെഡൽ പോരാട്ടങ്ങളിൽ എത്ര രാജ്യങ്ങൾ മത്സരിച്ചു? ചോദ്യം വരും. എത്രയാണ് അത്? 74 രാജ്യങ്ങൾ. അപ്പൊ അതാണ് 74 രാജ്യങ്ങളാണ് 23ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് എഡിഷൻ എന്തിട്ടുള്ളത്, മത്സരിച്ചിട്ടുള്ളത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. നോക്കിയേ, ഫിന്നി എന്താണ്? ഫിന്നി അതിന്റെ മസ്കോട്ടാണ്, അല്ലെങ്കിൽ എന്താണ് ഔദ്യോഗിക ഭാഗ്യ ചിഹ്നമാണ്. ഏത്? ഫിന്നി. ഓക്കെ, ഇതാണ് മസ്കോട്ടാണ് ഫിന്നി എന്താണ്? അതൊരു യൂണിക്കോൺ ആണ്. ഓക്കെ, ഒരു യൂണിക്കോൺ ആണ്. ഏത്? ഫിന്നിയാണെന്ത് ഈ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഔദ്യോഗിക ഭാഗ്യ ചിഹ്നം. ഓക്കെ, അതേതാണ് ഫിന്നി എന്ന യൂണിക്കോൺ ആണ്. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ നമ്മൾ എന്താണ് കോമൺവെൽത്ത് ഗെയിംസ് ഇത്തവണ എന്താണ് സ്കോട്ട്ലൻഡിലാണ് നടന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സ്കോട്ട്ലൻഡിൽ നടക്കുന്ന 4ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഓക്കെ, 4ാമത്തെ കോമൺവെൽത്ത് ഗെയിംസ്. ചോദ്യങ്ങൾ വരാൻ എന്താണ് സാധ്യതയുണ്ട്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാം. എത്രാമത്തെ എത്രാം തവണയാണ് ഈ പറഞ്ഞിട്ടുള്ള സ്കോട്ട്ലൻഡ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാവുന്നത്? എന്താണ്? 4ാമത്തെ തവണയാണ്. 1970, 86, 2014, 2026 എന്നിങ്ങനെ 4ാമത്തെ തവണയാണ് സ്കോട്ട്ലൻഡ് കോമൺവെൽത്ത് ഗെയിംസിന് വേദിയാകുന്നത്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ അതാണ് ഇത്തവണത്തെ കോമൺവെൽത്ത് ഗെയിംസിന്റെ കുറച്ച് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യണം, നോക്കണം. അപ്പോൾ അതാണ് ഇതിന്റെ ജസ്റ്റ് ഒരു ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ എപ്പോഴാണ് 1911 ജോർജ് 5ാമൻ രാജാവിന്റെ കിരീടധാരണ സമയത്ത് ലണ്ടനിൽ നടന്ന ഇന്റർ എംപയർ ചാമ്പ്യൻഷിപ്പിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, കാനഡയിലെ സ്പോർട്സ് എഴുത്തുകാരനായിട്ടുള്ള മെൽവില്ലെ മാക്സ് റോബിൻസൺ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആശയത്തിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത്. ഏത്? ഈ കോമൺവെൽത്ത് ഗെയിംസ് എന്നുള്ള ആശയത്തിന് എന്ത് ചെയ്യുന്നത്, തുടക്കം കുറിക്കുന്നത് ആരാണ്? മെൽവില്ലെ മാക്സ് റോബിൻസൺ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. ഇതാണ്. ഇതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്താണ്? ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഗെയിംസ് ഏതാണ്, അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് ഏതാണ്? അതും ഇതാണ്, കോമൺവെൽത്ത് ഗെയിംസ് ആണ്. ഇതാണ് ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് അറിയപ്പെട്ടിരുന്നു. ഓക്കെ, ബ്രിട്ടീഷ് എംപയർ ഗെയിംസ് എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന ഈ കായികമേളയുടെ ആദ്യത്തെ ഔദ്യോഗിക പതിപ്പ് എപ്പോഴാണ്? അത് 1930 എന്ത് ചെയ്യുന്നത്, ആരംഭിക്കുന്നത്. എവിടെ ആരംഭിച്ചു? കാനഡയിലെ ഹാമിൽട്ടണിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ ഫസ്റ്റ് എഡിഷൻ നടക്കുന്നത് 1930. ഡൗട്ട് ഒന്നുമില്ലല്ലോ. കനേഡിയൻ ട്രിപ്പിൾ ജമ്പർ ഗോൾഡൻ സ്മോൾ കാമ്പ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞിട്ടുള്ള ആദ്യത്തെ ഇവന്റിൽ അല്ലെങ്കിൽ ആദ്യത്തെ മത്സരത്തിൽ എന്ത് ചെയ്യുന്നത്, സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ചരിത്ര പുരുഷൻ. അതായത് ഹിസ്റ്ററിയാണ്. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഓക്കെ, ഹിസ്റ്ററിയേക്കാൾ ഉപരി എന്താണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള മത്സര ഇവന്റുകളും കാര്യങ്ങളും മെഡലും ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, സാധാരണഗതിയിൽ ചോദ്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കണം. അപ്പൊ ഇത്തവണത്തെ നമ്മൾ പറഞ്ഞു എന്താണ് 23ാമത്തെ ഗെയിംസ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അത് ഉദ്ഘാടനം ചെയ്ത വ്യക്തിയും കൂടി ജസ്റ്റ് ഒന്ന് ഓർത്തോ. അതാരാണ്? ചാൾസ് 3ാമൻ രാജാവ് ചാൾസ് 3ാമനാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ള ഗ്ലാസ്ഗോ ഗെയിംസ് എന്ത് ചെയ്തിട്ടുള്ളത്, ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചോട്ടോ. 1934 ഗെയിംസിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് 30 എന്ത് ചെയ്യുന്നത്, ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ ആദ്യ ഗെയിംസിൽ എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യ പങ്കെടുക്കുന്നില്ല. ഇന്ത്യ പങ്കെടുക്കുന്ന എത്രയാണ്? അത് 1934 കോമൺവെൽത്ത് ഗെയിംസിലാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ അരങ്ങേറ്റം കുറിക്കുന്നത്. അപ്പൊ കോമൺവെൽത്ത് എന്താണ് വലിയ കായിക മേഖലയിൽ എന്താണ് ഒന്നിൽ തന്നെ എന്താണ് തങ്ങളുടെ ചരിത്രം കുറിക്കുന്നത് എന്താണ്, അത് 19ാമത്തെ തവണയാണ്
ഓക്കെ, ഇന്ത്യ എന്താണ് 19ാമത്തെ തവണയാണ്. അതായത് 23 എഡിഷൻ നടന്നു എന്ന് പറഞ്ഞു, പക്ഷെ ഇന്ത്യ എല്ലാ തവണയും എന്ത് ചെയ്തില്ല, പങ്കെടുത്തില്ല. ഇന്ത്യ എന്താണ് 19 തവണയാണ് എന്ത് കോമൺവെൽത്ത് ഗെയിംസിൽ പങ്കെടുത്തിട്ടുള്ളത്. ഓർത്തിരിക്കണേ, 19 തവണ ഇന്ത്യ പങ്കെടുത്തിട്ടുണ്ട്. 1934 എന്ത് ചെയ്യുന്നത്, ഇന്ത്യ ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത്, പങ്കെടുക്കുന്നത്. ഇനി പ്രധാനപ്പെട്ടത് ചോദിക്കാൻ സാധ്യതയുള്ളത് ഈ പറഞ്ഞിട്ടുള്ള ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യയുടെ പതാക ഏന്തിയത് ആരാണെന്നുള്ളതാണ്. അതാരാണ്? മീരാബായ് ചാനുവും ലവ്ലീന ബോർഗോഹെയ്നുമാണ്. ഓക്കെ, ഇതാണ് മീരാബായ് ചാനുവാണ് എന്തെന്ന് പതാക ചെയ്തത്. പിന്നെ എന്താണ് ലവ്ലീന ബോർഗോഹെയ്ൻ എന്താണ് ക്വീൻസ് ബാറ്റൺ വഹിച്ചുകൊണ്ട് അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യൻ കായിക രംഗത്തെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രതിനിധീകരിക്കുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ എന്ത് ചെയ്യാ, അതൊന്ന് മനസ്സിലാക്കി വെക്കണം, ആരൊക്കെയാണ് ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കേണ്ടത് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ടോട്ടൽ മെഡൽ ടാലി വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് നേടിയ സ്ഥാനം, ഇന്ത്യക്ക് ലഭിച്ച സ്ഥാനം എന്ന് പറയുന്നത് 4ാം സ്ഥാനമാണ്. ഓക്കെ, എന്താണ്, അതായത് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്, അത് 4ാം സ്ഥാനമാണ്. ഓക്കെ, ഓർത്തിരിക്കണേ, മറന്നു പോരുത്, 4 സ്ഥാനം. അതിന് ടോട്ടൽ മെഡലും കൂടി നമുക്ക് നോക്കണം. അതെന്തൊക്കെയാണ്? ഇന്ത്യ നേടിയത് 39 മെഡലുകളാണ്. അത് 13 സ്വർണ്ണമുണ്ട്, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെ. ഓക്കെ, എന്താണ് 13 സ്വർണം, 17 വെള്ളി, 9 വെങ്കലം എന്നിങ്ങനെ 39 മെഡലുകളാണ് ഇന്ത്യ നേടിയത്. അതിൽ തന്നെ എന്താണ് ഇന്ത്യ നേടിയ 13 സ്വർണ്ണ മെഡലുകളിൽ 8 മെഡലുകളും ഏതാണ്, വനിതാ കായിക താരങ്ങളാണ് നേടിയുള്ളത്. അത് ചിലപ്പോൾ എന്ത് ചെയ്യാൻ ചോദ്യം വരാം. അതായത് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ എന്താണ് സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ എണ്ണം എത്രയാണ്? അത് എന്താണ് 8 വനിതാ കായിക താരങ്ങളാണ് നേടിയിട്ടുള്ളത്. സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് ടോട്ടൽ എത്രയായിരുന്നു? 13 സ്വർണ്ണ മെഡലാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കണം. ഇനി നമുക്ക് അതിന്റെ ആ ഒരു റേഞ്ച് നോക്കണം. അതായത് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ നമുക്ക് ആദ്യത്തെ 5 റാങ്കുകളിൽ വന്നിട്ടുള്ള എന്താണ് രാജ്യങ്ങളും അവർ നേടിയിട്ടുള്ള മെഡലും എന്ത് ചെയ്യണം, ഒന്ന് നോക്കണം. അപ്പൊ എന്താണ് 1ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? അത് ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ നേടിയത് നോക്കിയേ, ഇന്ത്യ എന്താണ് ടോട്ടലായിട്ട് നേടിയില്ല മെഡലിന്റെ ഇരട്ടിയോളം എന്ത് ചെയ്യുന്നുണ്ട്, സ്വർണ്ണം നേടുന്നുണ്ട്. അത്രയാണ് 70 സ്വർണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, ഓസ്ട്രേലിയക്ക് ലഭിക്കുന്നുണ്ട്. ഓസ്ട്രേലിയക്ക് ലഭിച്ച വെള്ളി 45ഉം വെങ്കലം 56ഉം, അങ്ങനെ ആകെ എത്രയാണ് 171 മെഡലുകളാണ് ഓസ്ട്രേലിയക്ക് ലഭിച്ചിട്ടുള്ളത്. ഓസ്ട്രേലിയ ആണ് 1ാം സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്. 2ാം സ്ഥാനത്ത് ആരാണ്? അത് ഇംഗ്ലണ്ട് ആണ് അല്ലെ. ഇംഗ്ലണ്ട് എത്രയാണ്? ഇംഗ്ലണ്ടിന് 29 സ്വർണവും 45 വെള്ളിയും 36 വെങ്കലവും ഉൾപ്പെടെ എത്രയാണ് 110 മെഡലുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇംഗ്ലണ്ടിനും ലഭിച്ചിട്ടുണ്ട്. പിന്നെ 3ാം സ്ഥാനത്ത് എത്തിയത് ആരാണ്? അത് കാനഡയാണ്. കാനഡയ്ക്ക് എത്രയാണ്? 19 സ്വർണവും 21 വെള്ളിയും പിന്നെ എന്താണ് 23 വെങ്കലവും ഉൾപ്പെടെ 63 മെഡലുകളാണ് കാനഡക്ക് നേടിയത് അല്ലെ. കാനഡ എന്താണ് 3ാം സ്ഥാനത്തെത്തി. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞതാണ് ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? അത് 4ാം സ്ഥാനമാണ് അല്ലെ. ഇന്ത്യ 4ാം സ്ഥാനത്തെത്തി. അപ്പൊ ഇന്ത്യ നേടിയ എത്രയാണ്? 13 സ്വർണവും 17 വെള്ളിയും 9 വെങ്കലവും ഉൾപ്പെടെ 39 മെഡലുകളാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തിയത്. അടുത്ത് നോക്കിയേ, സ്കോട്ട്ലൻഡ് ആയിരുന്നു അല്ലെ. ആദ്യമായിട്ടുള്ള സ്കോട്ട്ലൻഡ് ആയിരുന്നു എന്താണ് 5ാം സ്ഥാനത്ത് എത്തിയത്. അവർ നേടിയ എത്രയാണ്? 13 സ്വർണവും 9 വെള്ളിയും പിന്നെ എന്താണ് വെങ്കലം 17, അങ്ങനെ 39 മെഡൽ. അപ്പൊ എന്താണ് ടോട്ടൽ മെഡൽ ടാലി വെച്ച് നോക്കുമ്പോൾ ഇന്ത്യക്കും സ്കോട്ട്ലൻഡിനും എന്താണ് ടോട്ടൽ മെഡലുകൾ എന്താണ് 39 തന്നെയാണ്. അതിൽ തന്നെ എന്താണ് സ്വർണവും എന്താണ് ഒരേപോലെയാണ്. പക്ഷേ നെക്സ്റ്റ് നമ്മൾ എന്തായാലും കൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ എന്താണ് വെള്ളിയുടെ എണ്ണം നോക്കുമ്പോൾ വെള്ളി ഇന്ത്യക്കാണ് കൂടുതലായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യ ടോട്ടൽ മെഡൽ എന്താണ് 39 ആയിട്ടും ഇന്ത്യ എന്ത് ചെയ്തു 4ാം സ്ഥാനത്ത് എത്തിയത്. അങ്ങനെയാണ് ഇന്ത്യക്കും സ്കോട്ട്ലൻഡിൻ്റെതാണ് സ്വർണ്ണ മെഡലിന്റെ എണ്ണം എന്താണ് സെയിം ആണ് അല്ലെ. സെയിം മെഡലാണ്, 13 മെഡലാണ്. എന്നാൽ എന്താണ് വെള്ളി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോൾ എന്താണ് അവർക്ക് 9 എന്താണ് വെള്ളിയുള്ളൂ, ഇന്ത്യക്ക് 17 വെള്ളിയുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്തു ഇന്ത്യ 4ാം സ്ഥാനത്ത് എത്തി. ടോട്ടൽ മെഡൽ ടാലി എന്താണ് ഇന്ത്യ 4ാം സ്ഥാനത്ത് ഇന്ത്യ എത്തി എന്നുള്ളതാണ്. ഓക്കെ, ഇനി നമുക്ക് പ്രധാനമായിട്ടും എന്ത് ചെയ്യണം, ഈ പറഞ്ഞിട്ടുള്ള സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ആളുകളെ നമുക്ക് എന്ത് ചെയ്യണം, ഒന്ന് ജസ്റ്റ് അവരുടെ പേരൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പൊ എന്താണ് 13 സ്വർണ്ണ മെഡലുകളാണ് നമ്മൾ പറഞ്ഞു അല്ലെ. 13 പേരാണ് എന്ത് ചെയ്യുന്നത് സ്വർണ്ണ മെഡലുകൾ നേടിയിട്ടുള്ളത്. അപ്പൊ നോക്കാം ആരൊക്കെയാണെന്നുള്ളത്. പ്രധാനപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യത്തെ എന്താണ് മീരാബായ് ചാനു ആണ് എന്ത് ചെയ്യുന്നത് ആദ്യത്തെ സ്വർണ്ണ മെഡൽ അല്ലെ. ഈ ഒരു ഇവന്റിൽ എന്താണ് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ സ്വർണ്ണ മെഡൽ നേടിയതാരാണ്? മീരാബായ് ചാനു ആണ്. വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ്, വനിതകളുടെ 48 കിലോഗ്രാം വിഭാഗത്തിലാണ് എന്ത് മത്സരിച്ചിട്ടുള്ളത്. രണ്ടാമത് നോക്കിയാൽ എന്താണ് സ്വർണ്ണ മെഡൽ ജേതാക്കളാണ് നമ്മൾ നോക്കുന്നത്. ആരാണ്? ശർമിള ധങ്കർ. എന്താണ് അത് പാരാ അത്ലറ്റിക്സ് ആണ്, വനിതകളുടെ ഷോർട്ട് പുട്ടിൽ. ഓക്കെ, നെക്സ്റ്റ് നോക്കോ ദിലീപ് ഗാവിറ്റി, അതും പാരാ അത്ലറ്റ് ആണ്, പുരുഷന്മാരുടെ 100 മീറ്റർ അല്ലെ. നെക്സ്റ്റ് നോക്കാം നമുക്ക് ഈ T47 F57 ഒക്കെ എന്താണ് അത് ഈ പാരാ ആളുകളുണ്ടല്ലോ. അതായത് ഈ പറഞ്ഞ അംഗം ഏതെങ്കിലും രീതിയിലുള്ള എന്താണ് വൈകല്യങ്ങളുള്ളവർ. അപ്പൊ ആ വൈകല്യങ്ങളുള്ള കാറ്റഗറിയാണ് ഏത് ഈ F57 T47 എന്നൊക്കെ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യാൽ മതി, ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. അപ്പൊ 100 മീറ്റർ അല്ലെങ്കിൽ ഷോർട്ട് പുട്ട് അതാണ് പ്രധാനമായിട്ട് എന്ത് ചെയ്യാൻ നോക്കുക. അല്ലാണ്ട് ഈ ഒരു എന്താണ്
സെക്ഷൻ നിങ്ങൾ എന്ത് ചെയ്യേണ്ട പ്രത്യേകിച്ച് പഠിക്കേണ്ടതാ. അപ്പൊ ആ ഒരു രീതിയിലാണ് എന്ത് ചെയ്യുന്നത് ഈ F57ഉം T47 ഒക്കെ വരുന്നത് എന്ത് ചെയ്താൽ മതി ഒന്ന് മനസ്സിലാക്കിയാൽ മതി. അത് അവരുടെ വൈകല്യങ്ങൾക്ക് അനുസരിച്ചുള്ള എന്താണ് കാറ്റഗറിയാണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക ഒന്ന് മനസ്സിലാക്കണം. അടുത്ത നോക്കാം നമുക്ക് അഞ്ജിത ഡേ എന്താണ് ജൂഡോയിലാണ്. ഓക്കെ, ജൂഡോയിൽ വനിതകളുടെ 48 കിലോഗ്രാം എന്താണ് വിഭാഗത്തിലാണ് അഞ്ജിത ഡേക്ക് ലഭിക്കുന്നത്. ഇപ്പൊ നോക്കിയേ ഹർഷ് സിംഗിനും എന്താണ് ജൂഡോയിലാണ് പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ. അടുത്ത സ്വർണ്ണ ജേതാവാണ് സോമൻ റാണ, അതാണ് പാരാ അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ ഷോർട്ട് പുട്ട്. നെക്സ്റ്റ് ആണ് പ്രീതി പവാർ, അതെന്താണ് ബോക്സിംഗ് ആണ് വനിതകളുടെ 54 കിലോഗ്രാം വിഭാഗത്തിലാണ് ചെയ്യുന്നത്. പ്രീതി പവാറിന് മെഡൽ ലഭിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നോക്ക് ജെയ്സ്മിൻ ലംബോറിയ ബോക്സിംഗിലാണ് വനിതകളുടെ എന്താണ് 57 കിലോഗ്രാമില്. സാക്ഷി ചൗധരി എന്താണ് ബോക്സിംഗ് ആണ് വനിതകളുടെ 51 കിലോഗ്രാം വിഭാഗത്തില്. പ്രിയ ഗംഗാസ് ബോക്സിംഗ് വനിതകളുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് സ്വർണ്ണ മെഡൽ ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് നോക്കൂ അരുന്ധതി ചൗധരിക്ക് എന്താണ് ബോക്സിംഗ് ആണ് വനിതകളുടെ 70 കിലോഗ്രാം. നെക്സ്റ്റ് നോക്കൂ സച്ചിൻ സിവാക്ക് ബോക്സിംഗ് പുരുഷന്മാരുടെ 60 കിലോഗ്രാം വിഭാഗത്തിൽ. പിന്നെ എന്താണ് അങ്കുഷ് പങ്കല് ബോക്സിംഗ് പുരുഷന്മാരുടെ 80 കിലോഗ്രാം വിഭാഗത്തിൽ. ഇത്തരത്തിൽ എന്താണ് 13 ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് സ്വർണ്ണ മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വെള്ളി മെഡലുകൾ ലഭിച്ചവരെ നമുക്ക് എന്ത് ചെയ്യണം ഒന്ന് നോക്കണം. ഓക്കെ, എന്താണ് 17 പേർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത് വെള്ളി മെഡൽ ലഭിച്ചിട്ടുള്ളത്. നോക്കൂ ഋഷികാന്ത് സിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് ഇത്രയാണ് പുരുഷന്മാരുടെ 60 കിലോഗ്രാമിൽ വെള്ളി മെഡൽ നേടി. രാജാ മുത്തുപാണ്ഡി അതും വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് പുരുഷന്മാരുടെ 65 കിലോഗ്രാമില്. നോക്കൂ സർവേഷ് കുഷാരെ ഏതാണ് അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ ഹൈ ജമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. വല്ലൂരി അജയ ബാബു വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് പുരുഷന്മാരുടെ 70 കിലോഗ്രാം വിഭാഗത്തില്. പ്രാണേശ്വരി യാദവ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് വനിതകളുടെ 53 കിലോഗ്രാം വിഭാഗത്തില്. ഗുൽവീർ സിംഗ് അത്ലറ്റിക്സ് പുരുഷന്മാരുടെ 10,000 മീറ്റർ എന്താണ് റണ്ണിങ്ങിലാണ് എന്ത് ചെയ്യുന്നത് ഗുൽവീർ സിംഗിന് ലഭിക്കുന്നത്. പുരുഷന്മാർ എന്താണ് ഈ ഒരു വിഭാഗത്തിൽ എന്താണ് ഇന്ത്യ ആദ്യമായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് ഈ ഒരു മെഡൽ ലഭിക്കുന്നത്. ഓക്കെ, ഗുൽവീർ സിംഗിന്. നെക്സ്റ്റ് നോക്കൂ ഹർജീന്ദർ കൗർ വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് വനിതകളുടെ 69 കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളി മെഡൽ ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് ബാസിൽ മോർസിംഗനത്ത് എന്താണ് പാരാ അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ 100 മീറ്റർ. നെക്സ്റ്റ് നോക്കൂ മുരളി ശ്രീശങ്കർ അത്ലറ്റിക്സ് പുരുഷന്മാരുടെ ലോങ് ജമ്പിൽ എന്താണ് മലയാളിയാണ്, എന്താണ് മുരളി ശ്രീശങ്കർ. ലവ്പ്രീത് സിംഗ് വെയിറ്റ് ലിഫ്റ്റിംഗ് പുരുഷന്മാരുടെ 110 കിലോഗ്രാം വിഭാഗത്തിൽ വെള്ളി മെഡൽ ലഭിച്ചു. നീരജ് ചോപ്ര നമുക്കറിയാം അല്ലെ എന്താണ് നമ്മുടെ ഒളിമ്പിക് സ്വർണ്ണ മെഡൽ ജേതാവാണ്. അത്ലറ്റിക്സ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോയിൽ എന്ത് ചെയ്യുന്നു വെള്ളി മെഡൽ ലഭിച്ചു. യാമിനി മൗര്യ ജൂഡോയിലാണ് വനിതകളുടെ 57 കിലോ വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളി മെഡൽ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ് നോക്ക് ശുഭം ജുയാല് പാരാ അത്ലറ്റിക്സിലാണ് പുരുഷന്മാരുടെ ഷോർട്ട് പുട്ടിൽ എന്ത് ചെയ്യുന്നുണ്ട് വെള്ളി മെഡൽ ലഭിച്ചു. പ്രവീൺ ചിത്രവേൽ അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ജാദു മണി സിംഗ് അതാണ് ബോക്സിംഗ് ആണ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിൽ. ലവ്ലീന ബോഗർഹെയ്ൻ എന്താണ് ബോക്സിംഗ് ആണ് വനിതകളുടെ 75 കിലോഗ്രാമിൽ എന്താണ് വെള്ളി മെഡൽ ലഭിച്ചു. നെക്സ്റ്റ് നോക്കൂ നരേന്ദർ ബർവാൾ എന്താണ് ബോക്സിംഗ് ആണ് പുരുഷന്മാരുടെ 90 കിലോഗ്രാം വിഭാഗത്തിലാണ് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇത് നമുക്ക് വെങ്കല മെഡൽ ജേതാക്കൾ നോക്കണം. എന്താണ് 9 പേര് നമ്മൾ പറഞ്ഞു അല്ലെ 9 പേർക്കാണ് എന്ത് വെങ്കല മെഡൽ ജേതാക്കൾ എന്ന രീതിയിൽ എന്താണ് ജേതാവ് ആയിട്ടുള്ളത്. നോക്കൂ അതൊക്കെ എന്താണ് ജന്തു കുമാർ എന്താണ് പാരാ പവർ ലിഫ്റ്റിംഗ് ആണ്. എന്താണ് ഈ ഒരു ഇവന്റിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് മെഡൽ ലഭിച്ചത് ഏതാണ് ഈ ഒരു ഇവന്റിലാണ് ജന്തു കുമാറാണ് എന്ത് ചെയ്യുന്നത് പാരാ പവർ ലിഫ്റ്റിംഗിൽ പുരുഷന്മാരുടെ ഹെവി വെയിറ്റ് വിഭാഗത്തിൽ എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടി വെങ്കൽ നേടുന്നത്. അപ്പൊ ഈ ഒരു ഇവന്റിൽ ഗ്ലാസ്ഗോ എന്താണ് 2026 എന്താണ് ഈ പറഞ്ഞ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ എന്താണ് ജന്തു കുമാറിലെ കൂടി എന്താണ് അതെന്താണ് ഒരു വെങ്കല മെഡൽ ആയിരുന്നു. നമ്മൾ പറഞ്ഞില്ല എന്താണ് ഗോൾഡ് മെഡൽ ആരാണ് മീരാബായ് ചാനുവിനാണ് നമ്മൾ പറഞ്ഞു. എന്താണ് ഇന്ത്യക്ക് കിട്ടിയ ആദ്യ മെഡൽ ഏതാണ് അത് വെങ്കല മെഡലാണ്. ആർക്ക് ലഭിച്ചു ജന്തു കുമാർ. ചോദ്യം വരാൻ സാധ്യതയുണ്ട് ജന്തു കുമാറും മീരാബായ് ചാനുവും. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ ബിന്ധ്യ റാണി ദേവി അതാണ് വെയിറ്റ് ലിഫ്റ്റിംഗ് ആണ് വനിതകളുടെ 58 കിലോഗ്രാം. ശില്പ ശൈല പാരാ അത്ലറ്റിക്സ് ആണ് വനിതകളുടെ ഷോർട്ട് പുട്ടിൽ എന്ത് വെങ്കല മെഡൽ നേടിയിട്ടുണ്ട്. അടുത്താണ് സീമ കലിരാംന ഏതാണ് അത്ലറ്റിക്സ് ആണ് വനിതകളുടെ ഡിസ്കസ് ത്രോ. തേജസ്വിൻ ശങ്കർ അത്ലറ്റിക്സ് പുരുഷന്മാരുടെ ഡെക്കാത്തൺ ആണ്. പിന്നെ എന്താണ് യാശ്വീർ സിംഗ് അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ. അടുത്തത് ഗുൽവീർ സിംഗ് അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ 5000 മീറ്ററിൽ എന്ത് ചെയ്തു വെങ്കല മെഡൽ നേടി. സെൽവ പ്രഭു തിരുമാരൻ അത്ലറ്റിക്സ് ആണ് പുരുഷന്മാരുടെ ട്രിപ്പിൾ ജമ്പ്. ഉന്നതി ശർമ്മ ജൂഡോ വനിതകളുടെ 63 കിലോഗ്രാം വിഭാഗത്തിൽ എന്ത് ചെയ്തു മെഡൽ നേടി. അപ്പൊ ഇത്തരത്തിലാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ നേടിയിട്ടുള്ള സ്വർണം വെള്ളി വെങ്കല മെഡൽ ആരൊക്കെ ഏതൊക്കെ വിഭാഗങ്ങളിലാണ് നേടിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. കാരണം എന്താണ് മുൻ വർഷങ്ങളിൽ ആ ഒരു രീതിയിൽ എന്തെങ്കിലും ചോദ്യം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമുക്ക് റോഡ് ടു അഹമ്മദാബാദ് എന്താണിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അതായത് അടുത്ത
ചാമ്പ്യൻഷിപ്പ് നടക്കുന്ന രാജ്യത്തേക്ക് അവിടെ ഈ പറഞ്ഞിട്ടുള്ള ആതിഥേയ കൈമാറ്റം നടക്കും. അതായത് സമാപന ചടങ്ങിൽ ഗ്ലാസ്ഗോ ഔദ്യോഗികമായിട്ട് അടുത്ത കോമൺവെൽത്ത് ഗെയിംസിന്റെ ആതിഥേയ ചുമതലകൾ അഹമ്മദാബാദിന് കൈമാറി. കാരണം 2030 24ാമത് എഡിഷൻ നടക്കാൻ വേണ്ടി പോകുന്നത് എവിടെയാണ്? അത് ഇന്ത്യയിലാണ്. അഹമ്മദാബാദാണ് അതിന്റെ പ്രധാനപ്പെട്ട വേദി. ഓക്കെ, അഹമ്മദാബാദിലാണ് പ്രധാനപ്പെട്ട വേദി. ഇതിനു മുമ്പ് 2010 ഡൽഹിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുണ്ട്. ഓക്കെ, 2010 ഡൽഹിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കോമൺവെൽത്ത് ഗെയിംസ് നടന്നിട്ടുണ്ട്. അടുത്ത് നടക്കാൻ പോകുന്നത് ഇന്ത്യയിൽ എപ്പോഴാണ്? 2030 അത് അഹമ്മദാബാദാണ് ഇതിന്റെ പ്രധാനപ്പെട്ട വേദിയായിട്ട് വരുന്നത്. അതാണ് റോഡ് ടു അഹമ്മദാബാദ്. ഓക്കെ, അപ്പൊ അതാണ് ഈ പറയുന്ന നിലവിലെ ഹോസ്റ്റ് ചെയ്ത രാജ്യം അതിന്റെ ആതിഥേയത്വം വഹിക്കുന്ന രാജ്യത്ത് അതിന്റെ പതാകയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് നൽകുന്ന ഒരു സംവിധാനമാണത്. ഓക്കെ, ഇതിന്റെ പ്രചോദനമായിട്ടുള്ളത് അഹമ്മദാബാദിലെ അന്താരാഷ്ട്ര പ്രശസ്തമായിട്ടുള്ള അന്താരാഷ്ട്ര പട്ടം പറത്തൽ മഹോത്സവത്തിൽ ഇന്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് സമാപന ചടങ്ങിലെ പട്ടം പറത്തൽ ആഘോഷം സംഘടിപ്പിച്ചത്. ഗ്ലാസ്ഗോ ഇന്ത്യൻസ് അസോസിയേഷനിൽ നിന്നുള്ള കുട്ടികളും കായിക താരങ്ങളും ഭാരവാഹികളും ഈ പ്രതീകാത്മകമായിട്ടുള്ള ചടങ്ങിൽ പങ്കാളികളായി എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ സൗഹൃദത്തിന്റെ പ്രതീകം ഇന്ത്യയുടെ മുരളി ശ്രീശങ്കറും മുരളി ശ്രീശങ്കറും വെള്ളിമേഡൽ നേടിയ അല്ലെ സ്കോട്ട്ലൻഡിന്റെ റൂബൻ വാർഡും ഒന്നിച്ചു പങ്കെടുത്ത നിലവിലുള്ളതും വരാനിരിക്കുന്നതുമായിട്ടുള്ള ആതിഥേയ രാജ്യങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെ പ്രതീകമായിട്ട് അത് എന്തിട്ടുണ്ട് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, നമുക്കറിയാം അടുത്തത് അല്ലെ 23ാമത്തെ എഡിഷൻ 2030 നടക്കുന്നു. അത് 100ാം വാർഷികമാണ് അല്ലെ. 100ാം വാർഷികം 1930 ചെയ്യുന്നത് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചിട്ടുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഇപ്പൊ കോമൺവെൽത്ത് ഗെയിംസിന് 100ാം വാർഷികത്തിന് സെന്റിനറി ഗെയിംസിന് സാക്ഷ്യം വഹിക്കുന്നത് അത് കോമൺവെൽത്ത് ഗെയിംസിന്റെ 100ാമത്തെ വാർഷികം ഇന്ത്യയിൽ നടക്കും. കോമൺവെൽത്ത് സ്പോർട്സ് പ്രസ്ഥാനത്തിന് ഒരു പുതിയ അധ്യായം തുറക്കുന്നതാണ് അല്ലെ. 100 വർഷത്തോളം ഇതിന്റെ ഒരു ഹിസ്റ്ററി നമുക്ക് കാണാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഇനി ജസ്റ്റ് ഇതിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത്, അതായത് ഇന്ത്യ നേടിയ മെഡലുകൾ നമ്മൾ പറഞ്ഞല്ലോ. ഇന്ത്യ നേടിയ മെഡൽ അത് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് എന്നുള്ളത് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒരു ചോദ്യം വരാം. കാരണം അതായത് ബോക്സിംഗ് വിഭാഗം, ബോക്സിംഗിലാണ് ഇന്ത്യക്ക് നിന്നത് ഏറ്റവും കൂടുതൽ മെഡലുകൾ ലഭിച്ചിട്ടുള്ളത്. അതായത് സ്വർണ്ണ മെഡൽ, ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ഏതാണ്? അത് ബോക്സിംഗിലാണ്. ബോക്സിംഗിൽ അതായത് ഗോൾഡ്, സിൽവർ, ബ്രോൺസ് എന്നിങ്ങനെ നോക്കുകയാണെങ്കിൽ ബോക്സിംഗിൽ 7 ഗോൾഡും 3 സിൽവറും എന്നിങ്ങനെ. ഓക്കെ, ടോട്ടൽ ടോട്ടൽ നോക്കുമ്പോൾ 10 മെഡൽ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് ബോക്സിംഗ് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ ലഭിച്ച ഇനം ഏതാണ്? അത് ബോക്സിംഗ് ആണ്. ഓക്കെ, ബോക്സിംഗിൽ എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് ബോക്സിംഗ് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട് 7 സ്വർണം ലഭിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കൂടുതൽ സ്വർണം കിട്ടിയിട്ടുള്ളത് അത് അത്ലറ്റിക്സിലാണ്. അത്ലറ്റിക്സിൽ ഇന്ത്യക്ക് 3 സ്വർണവും 7 വെള്ളിയും 6 വെങ്കലവും അങ്ങനെ 16 മെഡലുകൾ ലഭിച്ചു. ഓക്കെ, അത്ലറ്റിക്സ്. പിന്നെ നെക്സ്റ്റ് ജൂഡോയിലാണ് ഇന്ത്യക്ക് 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും അങ്ങനെ 4 മെഡൽ ജൂഡോയിൽ ലഭിച്ചു. പിന്നെ ഇന്ത്യക്ക് വെയ്റ്റ് ലിഫ്റ്റിംഗിലാണ് ഇന്ത്യക്ക് മെഡൽ ലഭിച്ചത്. 1 സ്വർണവും 6 വെള്ളിയും 1 വെങ്കലവും അങ്ങനെ 8 മെഡൽ ഇന്ത്യക്ക് വെയ്റ്റ് ലിഫ്റ്റിംഗ് ലഭിച്ചു. പിന്നെയാണ് പാരാ പവർ ലിഫ്റ്റിംഗിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇന്ത്യക്ക് 1 വെങ്കലം ലഭിച്ചിട്ടുണ്ട് അല്ലെ. 1 വെങ്കലം ലഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ പറഞ്ഞില്ല ആരാണ് ആദ്യത്തെ ഇന്ത്യക്ക് മെഡൽ അല്ലെ. ഈ ഒരു ഇവന്റിൽ ആദ്യമായിട്ട് ഇന്ത്യക്ക് മെഡൽ ലഭിക്കുന്നതാണ് ജന്തുകുമാർ അല്ലെ. ജന്തുകുമാറാണ് എന്ത് ചെയ്യുന്നത് പാരാ പവർ ലിഫ്റ്റിംഗിൽ 1 വെങ്കലം ലഭിക്കുന്നത്. അങ്ങനെ 1. ടോട്ടൽ നമ്മൾ പറഞ്ഞു അല്ലെ. ടോട്ടൽ 39 മെഡലുകൾ. അപ്പൊ ഈ 39 മെഡലുകൾ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ 5 ഇവന്റുകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇന്ത്യക്ക് മെഡൽ ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, 5 ഇവന്റുകളിലായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് മെഡൽ ലഭിച്ചിട്ടുള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് ലഭിച്ച ഇവന്റ് ഏതാണ്? അത് ബോക്സിംഗ് ആണ്. രണ്ടാമതേതാണ് അത്ലറ്റിക്സ് ആണ്. ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ചോദിക്കാം, ബോക്സിംഗിൽ ഇന്ത്യക്ക് നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം എത്രയാണ്? അത് 7 ആണ്. ബോക്സിംഗിൽ ഇന്ത്യ നേടിയ സ്വർണ്ണ മെഡലുകളുടെ എണ്ണം വെച്ച് ചോദിക്കാം, അത് എത്രയാണ്? അത് 7 സ്വർണ്ണ മെഡലാണ്. ബോക്സിംഗിൽ ഇന്ത്യ നേടിയ ടോട്ടൽ മെഡൽ ചോദിക്കാം, അത് എത്രയാണ്? അത് 10 മെഡലാണ്. അതുപോലെ അത്ലറ്റിക്സിൽ ഇന്ത്യ നേടിയ ടോട്ടൽ മെഡലുകൾ അത് 16 ആണ്. പിന്നെ ഗോൾഡിന്റെ എണ്ണം 3 ആണ്. ആ ഒരു ക്ലാസിഫിക്കേഷനിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അത്ലറ്റിക്സിൽ എത്ര മെഡൽ, അത്ലറ്റിക്സിൽ എത്ര സ്വർണം, അല്ലെങ്കിൽ ബോക്സിംഗിൽ എത്ര സ്വർണം. അപ്പൊ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് ഏതിലാണ്? അത് ബോക്സിംഗിലാണ്. മറന്നു പോരുത്, ബോക്സിംഗും അത്ലറ്റിക്സും ആണ് ആ ഒരു റേഞ്ചിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ളത് അത്ലറ്റിക്സിലാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ളത് ഏതിലാണ്? അത് ബോക്സിംഗിലാണ്. മറന്നു പോരുത്. ആ ഒരു സ്റ്റേറ്റ്മെന്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയാണ് നിങ്ങൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യേണ്ടത് ഈ കോമൺവെൽത്ത് ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. നന്ദി.